आज की हिंदी कक्षा में सभी को स्वागत है। इन्नते हिंदी क्लाസ്സിലേക്ക് ഏവർക്കും स्वागतम। पिछले कक्षा में हम महादेवी वर्मा जी द्वारा लिखा रेखा चित्र सोना हिरणी पढ़ रहे थे। हमने पढ़ा कि महादेवी वर्मा की परिचित स्वर्गीय डॉक्टर धीरेन्द्र नाथ वसु की पौत्री सुस्मिता द्वारा लिखा एक पत्र महादेवी वर्मा पढ़ती हैं, जिसमें लिखा है कि उसे पड़ोसी की तरफ से एक हिरण मिला था। उसे वह बहुत प्यार से पालने लगी, लेकिन अब वो बहुत बड़ी हो गई है। उसे घूमने के लिए अधिक जगह चाहिए और उसकी देखभाल करने के लिए एक अच्छा आदमी चाहिए। जानवरों से बुरा व्यवहार जो करते हैं उन लोगों को देना नहीं चाहती, इसलिए महादेवी वर्मा से वह निवेदन करती है कि उसे ले ले। ये पत्र पढ़ते ही महादेवी वर्मा अपनी सोना हिरणी की याद उसे आती है। उसकी शारीरिक विशेषता वो बताती है। इतना ही हम पिछले कक्षा में पढ़े थे। चलते हैं आगे की ओर। पिछले कक्षा में हमने पढ़ा कि सोना हिरणी महादेवी वर्मा की हिरणी जो है उसके रूप जो है चंबक वर्ण का रूप है, रंग है, इसलिए उसे सुवर्णलेखा आदि नाम से परिचित बन गए। മഹാദേവി വർമ്മയുടെ സോന ഹിരണി എന്ന മാൻ ചമ്പക നിറത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുവർണ എന്നും സുവർണലേഖ എന്നും ആ മാൻ അറിയപ്പെടാൻ തുടങ്ങി. परंतु उस बेचारे हरिण शावक की कथा तो मिट्टी की ऐसी विधा कथा है जिसे मनुष्य निष्ठुरता गिरती हैं. ഇവിടെ മഹാദേവി വർമ്മ പറയുകയാണ്, മഹാദേവി വർമ്മയുടെ സോന ഹിരണി എന്ന മാൻകുട്ടിയെ ഓർക്കുമ്പോൾ, സോന എന്ന് പറയുന്ന മാനിനെ ഓർക്കുമ്പോൾ വളരെ വേദന നിറഞ്ഞ ഒരു കഥയാണ് ആ മാൻകുട്ടിയുടേത്. മിട്ടിക്ക് ഏസി വിധ കഥ ഹെ. ഈ ഭൂമിയിലെ, മിട്ടി എന്ന് ഉദ്ദേശിച്ചത് മണ്ണാണ് അല്ലെങ്കിൽ ഭൂമി. ഈ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഭൂമിയിലെ ദുഃഖത്തിൻ്റെ കഥയാണ്. ജിസെ മനുഷ്യ നിഷ്ഠുരത ഗഡ്തി ഹെ. മനുഷ്യൻ്റെ ക്രൂരത, നിഷ്ഠുരത എന്ന് പറഞ്ഞാൽ ക്രൂരത, മനുഷ്യൻ്റെ ക്രൂരതയാൽ രചിക്കപ്പെട്ട കഥയാണ് ആ മാൻകുട്ടിയുടേത്. വഹ് ന കിസി ദുർലഭ് ഖാൻ കെ അമൂല്യ ഹീരെ കി കഥ ഹെ ഓർ ന അഥാഹ് സമുദ്ര കെ മഹാർഗ് മോത്തി കി. അതുപോലെ തന്നെ ആ മാൻകുട്ടിയുടെ കഥ എന്ന് പറയുന്നത് ദുർലഭ് ഖാൻ കെ അമൂല്യ ഹീരെ കി കഥ നഹി ഹെ. ദുർലഭ് ഖാൻ എന്ന് പറഞ്ഞാൽ അപൂർവ ഖനിയിലെ അമൂല്യ രത്നത്തിൻ്റെ കഥ അല്ല. അതുപോലെ തന്നെ അതാഹ് സമുദ്രക്ക് മഹാർഗ് മോത്തിക്ക്, വളരെ ആഴമുള്ള, അതാഹ് എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ള സമുദ്രത്തിലെ വിലപിടിച്ച മുത്തിൻ്റെയോ അല്ലെങ്കിൽ അമൂല്യ രത്നത്തിൻ്റെയോ കഥയല്ല ആ മാൻകുട്ടിയുടേത്. മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ രത്നവും അതുപോലെ മുത്തൊക്കെ, വളരെ വിലപിടിച്ച മുത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാധാരണ ജീവൻ അതിനൊരു ഇമ്പോർട്ടൻസും മനുഷ്യൻ കൊടുക്കുന്നില്ല. अतः उनकी स्थिति निर्जीव वस्तुओं से मनुष्य अपने शरीर का प्रसादन मात्र करता है. മനുഷ്യൻ പറയുകയാണ്, മഹാദേവി വർമ്മ മനുഷ്യൻ്റെ പ്രവൃത്തികളാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ്റെ സ്വാർത്ഥ ഭാവം, ജീവനില്ലാത്ത വസ്തുക്കളെയൊക്കെ മനുഷ്യൻ തൻ്റെ
പ്രസാദൻ മാത്ര കർത്ത ഹെ ശരീർ കാ. ശരീരത്തിൻ്റെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ആണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. പല ജന്തുക്കളെയും ജീവികളെയും മനുഷ്യൻ കൊന്ന് ശരീരത്തിൻ്റെ അലങ്കാര ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. अतः उनकी स्थिति में परिवर्तन के अतिरिक्त कुछ कथनीय नहीं रखता. പക്ഷേ ഇവിടെ നമ്മുടെ കൊന്നൊടുക്കുന്ന ഈ മൃഗങ്ങളുടെ അവസ്ഥയിൽ ഒരു മാറ്റവുമില്ല. ഇവിടെ കഥനി എന്ന് ഉദ്ദേശിച്ചത് വിവരണം അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ കഥ. മനുഷ്യൻ്റെ സ്വാർത്ഥ ഭാവങ്ങൾക്കായിട്ട് ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരുപാട് മൃഗങ്ങളെ കൊന്നൊടുക്കുന്നു. മൃഗങ്ങളെ മാത്രമല്ല, നമുക്കറിയാം പ്രകൃതിയെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ സ്വാർത്ഥഭാവ കാരണം. परंतु सजीव से उसे शरीर या अहंकार का जैसा पोषना अभिष्ट है, उसमें जीवन मृत्यु का संघर्ष है जो सारी जीवन कथा का तत्व है. മഹാദേവി വർമ്മ പറയുകയാണ്, മനുഷ്യൻ കൊന്നൊടുക്കുന്ന ജീവനുള്ള ആ ശരീരത്തിന് ഒരു അഹങ്കാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സജീവ് से उसे शरीर या अहंकार का जैसा पोषण अभिष्ट है. ശരിക്കും മൃഗങ്ങളാണ് വേട്ടയാടുന്നത് അല്ലേ? പക്ഷേ ഇവിടെ മനുഷ്യനാണ് ശരിക്കും മൃഗം. ക്രൂരനായ മൃഗം ശരിക്കും മനുഷ്യനാണ് എന്നാണ് മഹാദേവി വർമ്മ പറയുന്നത്. മൃഗങ്ങളുടെ സ്വാഭാവികമായ ഒരു സ്വഭാവമാണ് വേട്ടയാടുക. അത് മൃഗത്തിന് സ്വന്തമാണ്. അവർക്ക് വിശക്കുമ്പോൾ അവർ വേട്ടയാടിയിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഇവിടെ മനുഷ്യൻ സ്വാർത്ഥഭാവത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വേട്ടയാടുന്നത്, കൊന്ന് രസിക്കുകയാണ്. उसमें जीवन मृत्यु का संघर्ष है जो सारी जीवन कथा का तत्व है. അതിനിടയിൽ ഒരു ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ സംഘർഷമാണ് അവർ അനുഭവിക്കുന്നത്. ജോ സാരി ജീവൻ കഥ ക തത്വ ഹെ. പക്ഷേ ഏതൊരു ജീവിത കഥയുടെയും തത്വമാണത്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും സംഘർഷം എന്ന് പറയുന്നത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നാണ്. ജനനമുണ്ടെങ്കിൽ മരണം തീർച്ചയായും ഉണ്ടാകും. ഇവിടെ മനുഷ്യൻ സ്വന്തം കുഴി തോണ്ടുകയാണ്, മരണത്തിൻ്റെ കുഴി തോണ്ടുകയാണ്. പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ല എന്ന് ഒരിക്കലും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും അവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ഇവിടെ പോഷൺ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പോഷകാഹാരമാണ്. പോഷൺ. അഭിഷ്ട എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇഷ്ടമാണ്. जिन्होंने हरिदिमा में लहराते हुए मैदान पर छलांगे भरते हुए हिरणों के झुंड को देखा होगा, वही उस अद्भुत गतिशील सौंदर्य की कल्पना कर सकता है. ആരാണോ പച്ചപ്പ് നിറഞ്ഞ, ഹരിതിമ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പച്ചപ്പ് നിറഞ്ഞ ഒരു മൈതാനത്ത് ഓടിച്ചാടി കളിക്കുന്ന മാൻകൂട്ടങ്ങളെ ആരാണോ കണ്ടത്, അവർക്ക് മാത്രമേ ആ അദ്ഭുത സൗന്ദര്യം സങ്കല്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ് വേണം. അത് മനുഷ്യനുണ്ടോ എന്നത് സംശയമാണ്. मानो तरल मरकत के समुद्र में सुनहले फेन वाली लहरों का उद्धरण हो. ആ പച്ചപ്പ് നിറഞ്ഞ ആ മൈതാനത്ത് കൂട്ടമായിട്ടുള്ള ഒരു മാൻകൂട്ടങ്ങൾ വന്ന് കളിക്കുന്നത് കണ്ടാൽ അത്രയ്ക്കും വളരെ സൗന്ദര്യം നിറഞ്ഞ ഒരു ദൃശ്യമായിരിക്കും. അത് എപ്രകാരമാണെന്നാണ് മഹാദേവി പറയുന്നത്. മാനോ തരൾ മറക്കത്തൊക്കെ സമുദ്രമേ സുനഹലെ ഫെൻ വാലി ലഹറോ ക ഉദ്ദളൻ ഹോ. എപ്രകാരമാണോ മരതക രത്നം ആകുന്ന സമുദ്രത്തിൽ സുനഹലെ ഫേൻ വാലി നിറത്തിലുള്ള തിരമാലകൾ പോലെ, അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള നുരകൾ. സുനഹലെ ഫേൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറമുള്ള നുരകളാണ്.
സമുദ്രത്തിൻ്റെ തിരമാലകൾ ഇങ്ങനെ അലയടിക്കുമ്പോൾ നുരകളായിട്ടാണ് ഇങ്ങനെ തിരമാലകൾ വന്ന് അലയടിക്കുന്നത്. അതുപോലെ നമുക്ക് തോന്നുമെന്നാണ് പറയുന്നത്. ഈ മാൻകൂട്ടങ്ങളെ പച്ചപ്പ് നിറഞ്ഞ ഈ മൈതാനത്ത് കാണുമ്പോൾ അതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞ സമുദ്രത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള നുരകൾ, സ്വർണ്ണ നിറത്തിലുള്ള തിരമാലകൾ അലയടിക്കുന്നത് പോലെ, അവിടെ ഇവിടെ ഇങ്ങനെ അലയടിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഉദ്ധേളൻ എന്ന് പറഞ്ഞാൽ ഇതർ ഉധർ ബഹന, അവിടെ ഇവിടെയും, അതായത് അലയടിക്കുക. സുനഹേല എന്ന് പറഞ്ഞാൽ സ്വർണം, സ്വർണ്ണ നിറം, സുവർണ. ഫെൻ എന്ന് പറഞ്ഞാൽ നുര, തിരമാല എന്നൊക്കെയാണ് അർത്ഥം. മർക്കത്ത് എന്ന് പറഞ്ഞാൽ മരതക രത്നമാണ്. തരൽ മർക്കത്ത് എന്ന് പറഞ്ഞാൽ മരതക രത്നം. मैं प्रायः सोचती हूँ कि मनुष्य जीवन की ऐसी सुंदर ऊर्जा को निष्क्रिय और जड़ बनाने के कार्य को मनोरंजन कैसे कहता है. ഞാൻ പലപ്പോഴായിട്ട് മഹാദേവി വർമ്മ ഇവിടെ പറയുകയാണ്, അല്ലെങ്കിൽ ചിന്തിക്കുകയാണ്. ഞാൻ പലപ്പോഴായിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്താ ചിന്തിക്കുന്നത്? മനുഷ്യ ജീവൻ കേസി സുന്ദർ ഊർജാക്കും, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഈ സുന്ദരമായ, അതായത് മനുഷ്യന് ഇല്ലാത്ത കഴിവുകളില്ല, ആ ഊർജ്ജം, മനുഷ്യൻ്റെ ആ ഊർജ്ജം, ആ ശക്തി ഇങ്ങനെ നിഷ്ക്രിയമാക്കുന്നത് എന്തിനാണ്? നിർജീവമാക്കുന്നത് എന്തിനാണ്? അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്തിനാണ്? അതിനെ എങ്ങനെയാണ് ആസ്വാദനം എന്ന് പറയുക? മനുഷ്യൻ്റെ ഈ പ്രവൃത്തി കണ്ടാൽ അതിന് ആസ്വാദനം, അതായത് മറ്റ് മൃഗങ്ങളെ, മിണ്ടാപ്രാണികളെ കൊന്നൊടുക്കുക എന്ന പ്രവൃത്തി, അതിൽ മനുഷ്യൻ എങ്ങനെയാണ് ആസ്വാദനം കണ്ടെത്തുന്നത് എന്ന് ഇവിടെ മഹാദേവി വർമ്മ ചിന്തിക്കുകയാണ്. മനുഷ്യ मृत्यु को असुंदर ही नहीं अपवित्र भी मानता है. മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യൻ മരണത്തെ സുന്ദരമല്ലാത്ത, അസുന്ദരമായ ഒന്നായിട്ടാണ്, അല്ലെങ്കിൽ അപവിത്ര ആയിട്ടാണ്, പവിത്രമല്ലാത്ത, പവിത്രത ഇല്ലാത്ത ഒന്നായിട്ടാണ് കാണുന്നത്. മരണത്തെ അത്ര ഇഷ്ടമല്ല, അല്ലെങ്കിൽ പവിത്രത ഇല്ല എന്നതാണ് മനുഷ്യൻ അതിനെ കാണുന്നത്. उसके प्रियतम आत्मीय जन का शव भी उसके निकट अपवित्र, अस्पृश्य तथा ഭയജനക ഹോ ഉടുത്ത ഹെ. അതുപോലെ തന്നെ എത്ര തന്നെ പ്രിയപ്പെട്ട ആത്മീയ ബന്ധമുള്ള ആണെങ്കിലും അവർ മരിച്ചു കഴിഞ്ഞാൽ ആ ശവം, ഡെഡ് ബോഡി മനുഷ്യൻ്റെ അടുത്ത് പവിത്രതയില്ലാത്ത, തൊട്ടുകൂടാത്ത, അസ്പൃശ്യം എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ, അതുപോലെ ഭയാനകമായിട്ടാണ് മനുഷ്യൻ കാണുന്നത്. മരണത്തെയും ഡെഡ് ബോഡിയെയൊക്കെ മനുഷ്യൻ അങ്ങനെയാണ് കാണുന്നത്. പേടിയോടുകൂടി, അല്ലെങ്കിൽ തൊടാൻ പറ്റാത്ത, പവിത്രതയില്ലാത്ത ഒന്നായിട്ടാണ് മനുഷ്യൻ കാണുന്നത്. जब मृत्यु इतनी अपवित्र और असुंदर है तब उसे भांडते घूमना क्यों अपवित्र और असुंदर कार्य नहीं है? ये मैं समझ नहीं पाती. മഹാദേവി വർമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് മനസ്സിലാകാത്തത്? മനുഷ്യൻ ഇങ്ങനെ മരണത്തെയും അല്ലെങ്കിൽ ശവത്തെയും അപവിത്രമായിട്ട് അല്ലെങ്കിൽ അസുന്ദരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റു മൃഗങ്ങളെ കൊന്നൊടുക്കി അല്ലെങ്കിൽ അവരുടെ മരണത്തിന് വേണ്ടിയിട്ട് വെമ്പുന്നത്? ഘൂമന എന്ന് പറഞ്ഞാൽ മറ്റുള്ള മൃഗങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് അലയുക. അത് അസുന്ദരമായ അല്ലെങ്കിൽ അപവിത്രമായ കാര്യമല്ലേ എന്ന് മഹാദേവി വർമ്മയ്ക്ക് തോന്നുകയാണ്. അതായത് മറ്റ് മിണ്ടാപ്രാണികളെ കൊല്ലുന്നത് अपवित्रमल्ले എന്നാണ് ചോദിക്കുന്നത്. आकाश में रंग बिरंगे फूलों की गठाओं के समान उड़ते हुए
और वीणा वंशी मूरज जलतरंग आदि का वृंद वादन ഓർക്കസ്ട്ര ബജാത്തെ ഹുവെ പക്ഷി കിത്തനെ സുന്ദർ ജാൻ പടുത്തെ ഹെ. അതുപോലെ തന്നെ പ്രകൃതിയിലെ പല സൗന്ദര്യങ്ങളും ഇവിടെ മഹാദേവി വർമ്മ സൂചിപ്പിക്കുകയാണ്. ആകാശത്ത് പല നിറത്തിലുള്ള രംഗ് ബിരംഗെ ഫൂലോं की घटाओं के समान. ഫൂലോं की घटाओं എന്ന് പറഞ്ഞാൽ പൂക്കൾ നിറഞ്ഞ പോലെയുള്ള മേഘ സമൂഹമാണ് ഘട്ടാവോ, ഫൂലോं की घटाओं. അതുപോലെ ഉടുത്തെ ഹുയെ, അതായത് പക്ഷികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആകാശത്ത് പക്ഷികൾ കൂട്ടത്തോടെ, പല നിറത്തിലുള്ള പക്ഷികൾ കൂട്ടത്തോടെ പറന്നുയരുമ്പോൾ അവർ വീണ വംശി മൂരജ് ജലതരംഗ് ആദി കാ വൃന്ദവാദൻ ബജാത്തെ ഹുവേ പക്ഷി കിത്തനെ സുന്ദർ ജാൻ പടുത്തെ ഹെ. പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ വായിക്കുന്നത് പോലെ അവരുടെ നാദങ്ങൾ, പക്ഷികൾ സൗണ്ട് ഉണ്ടാക്കുന്നത്. വീണ, വംശി, വംശി എന്ന് പറഞ്ഞാൽ ബാസുരി, ഓടക്കുയൽ, മൂരജ് മൃദംഗം, ജലതരംഗ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വാദ്യോപകരണമാണ്, തുടങ്ങിയവയുടെ സൗണ്ട് അതൊക്കെ വായിക്കുന്നത് പോലെ, ഓർക്കസ്ട്ര ഭജാന വായിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആകാശത്ത് പല നിറത്തിലുള്ള പക്ഷികൾ പലതരം സൗണ്ടുകൾ ഉണ്ടാക്കുന്നു. അതൊക്കെ വളരെ നല്ല സൗന്ദര്യം നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ദൃശ്യമാണ്, ആസ്വദിക്കാൻ പറ്റുന്നവന് എന്നാണ് മഹാദേവി വർമ്മ പറയുന്നത്. മനുഷ്യനെ ബന്ധ കുട്ടായി നിശാന സാദാ ഓർ കൈ ഘാത്തെ ഉടുത്തെ പക്ഷി ധർത്തി പർ ടേലെ കെ സമാൻ ആഗിരെ. പക്ഷേ മനുഷ്യൻ എന്നാണോ വിവരം വെച്ചത്, വിദ്യാഭ്യാസം നേടിയത്, അന്ന് മുതൽ പ്രകൃതി നശിക്കാൻ തുടങ്ങി, പ്രകൃതി സൗന്ദര്യം നശിക്കാൻ തുടങ്ങി. ഒരുപാട് മിണ്ടപ്രാണികൾ അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ തുടങ്ങി. ആ സൗന്ദര്യമൊന്നും ആസ്വദിക്കാതെ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? മനുഷ്യനെ ബന്ധുക്കൂട്ടായി തോക്കെടുത്തു. നിശാന സാദ ഉന്നം വയ്ക്കാൻ തുടങ്ങി. നിശാന സാദ ഉന്നം വയ്ക്കുക. ഒരു കൈ ഘാത്തെ ഉടുത്തെ പക്ഷി ധർത്തി പർ ടേലേക്ക് സമാൻ ആകിരെ. മനുഷ്യൻ വന്ന് തോക്കെടുത്തു, ഉന്നം വെച്ചു. അങ്ങനെ ഓരോ പക്ഷി, പല തരത്തിലുള്ള പക്ഷി, പല പാട്ടുകൾ പാടുന്ന പക്ഷി. ധർത്തി പർ ടേലെ, ടേലേക്ക് സമാൻ എന്ന് പറഞ്ഞാൽ മൺതിട്ട പോലെ ആകാശത്തു നിന്നും ഭൂമിയിൽ പതിക്കാൻ തുടങ്ങി. മനുഷ്യൻ വന്നതോടുകൂടി, മനുഷ്യൻ്റെ ജനനത്തോടു കൂടി. കിസിക്ക് ലാൽ പീലി ചോഞ്ച് വാലി ഗർദൻ ടൂട്ട് ഗയി ഹെ. അങ്ങനെ ഓരോ പക്ഷികൾ വന്ന് മൺതിട്ട പോലെ താഴെ വന്ന് പതിക്കുമ്പോൾ ഓരോ പക്ഷികളുടെയും ലാൽ പീലി, ചുവന്നതും അതുപോലെ പല നിറത്തിലുള്ള, പീലി എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ, ലാൽ റെഡ് കളർ, ചോഞ്ച് വാലി ഗർദൻ. ചോഞ്ച് എന്ന് പറഞ്ഞാൽ കൊക്കെന്നാണ് അർത്ഥം, ചോഞ്ച്. അതായത് മനുഷ്യൻ തോക്കെടുത്ത് പല പക്ഷികളെയും വെടിവെച്ച് താഴെ വീഴ്ത്തുന്നു. അതിൽ ചില പക്ഷികളുടെ കഴുത്ത് പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ മുറിഞ്ഞു പോകുന്നു. കിസിക്ക് പീലെ സുന്ദർ പഞ്ചെ ടേഡേ ഹോഗയെ. ചില പക്ഷികളുടെ പീലെ, യെല്ലോ കളർ ആയിട്ടുള്ള സുന്ദരമായിട്ടുള്ള കൈകൾ അല്ലെങ്കിൽ മുഷ്ടി, പഞ്ച എന്ന് പറഞ്ഞാൽ മുഷ്ടിയാണ്, മുഷ്ടി ടേഡേ ഹോഗയെ, ടേഡേ ഹോന വളഞ്ഞു പോകുന്നു. പല തരത്തിലുള്ള അപകടങ്ങൾ പക്ഷികൾക്ക് സംഭവിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓർ കിസിക്ക് ഇന്ദ്രധനുഷി പങ്ക് ബിക്കർ ഗയെ ഹെ. മറ്റു ചില പക്ഷികളുടെ ഇന്ദ്രധനുഷി പങ്ക്, പല നിറത്തിലുള്ള ചിറകുകൾ ചിതറിപ്പോകുന്നു. ബിക്കർജാന ചിതറിപ്പോകുന്നു. ഷദ് വിക്ഷത് രക്തസ്നാൻ ഉൻ മൃദ് അർദ്ധമൃദ് ലഘു ഗീതോമെന്ന അബ് സംഗീത് ഹെ. ആ മുറിവേറ്റ, ഷദ് വിക്ഷത് എന്ന് പറഞ്ഞാൽ മുറിവേറ്റ, രക്തം കൊണ്ട് കുളിച്ച, രക്തസ്നാൻ, ഉൻ മൃദ് അർദ്ധമൃദ് ലഘു ഗീതോമേ. ആ മൃതശരീരത്തിൽ അല്ലെങ്കിൽ പകുതി ജീവനോടുകൂടിയുള്ള ആ ശരീരത്തിൽ ഇപ്പോൾ സംഗീതമില്ല. അതായത് പകുതി കൊല ചെയ്തിട്ടാണ് മനുഷ്യൻ പോകുന്നത്. ആസ്വദിക്കുകയാണ് ഇവിടെ. പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കൊന്ന് ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കൊല്ലുക, അതുമില്ല,
പകുതി ജീവൻ വെച്ചിട്ടാണ് മനുഷ്യൻ പോകുന്നത്. ആ ജീവൻ ഇപ്പോൾ സംഗീതമില്ല, ജീവനിൽ ഇപ്പോൾ സംഗീതമില്ല. ന സൗന്ദര്യ പരന്തു തബ്ബി മാർനെ വാല അപ്പനി സഫലതാ പർ നാച്ച് ഉടുത്ത है. പക്ഷേ ആരാണോ ഇതിനെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, ദ്രോഹിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത്, അവൻ അവൻ്റെ സഫലതയിൽ, അവൻ്റെ സക്സസ്സിൽ അവൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ നൃത്തം ചെയ്യുകയാണ്. മറ്റുള്ളവരുടെ ജീവനെടുത്ത് മനുഷ്യൻ ആസ്വദിക്കുകയാണ്. മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ മഹാദേവവർമ്മ സൂചിപ്പിക്കുന്നത്. പ്രകൃതിയോട് കാണിക്കുന്ന ചൂഷണം. എന്തെങ്കിലും ലാഭമുണ്ടോ? അതുമില്ല. ഈ അടുത്ത് നമ്മൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ജല്ലിക്കെട്ടെന്ന് പറഞ്ഞ്. അതിനകത്ത് പോത്തിനു പുറകെ ഓടുന്ന ഒരു ജനസമൂഹത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സമയം നഷ്ടപ്പെടുത്തി അതിനെ പിടിച്ച് കൊന്നു രസിക്കുന്ന ഒരു രംഗമാണ് ആ സിനിമയ്ക്കകത്ത്. അതുപ്രകാരം തന്നെയാണ് മനുഷ്യൻ്റെ പ്രവൃത്തിയും. ആജ് കി കഷ ഇത്നാ ഹി. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദം.